കേരളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയം നടക്കും. തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി കൂടെ പ്രഖ്യാപിച്ചു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. രാവിലെ 9 മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് മന്ത്രി MP രാജേഷ് അത്തച്ചമയം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P രാജീവ് അത്തപതാക ഉയർത്തും. നടൻ ജയറാം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. 9:30 ഘോഷയാത്ര ആരംഭിക്കും. കലാപ്രകടനങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. വിവരങ്ങൾ നൽകാനായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ലിഡിയ ജേക്കബും മുഹമ്മദ് ആഷിഖും ചേരുകയാണ്. ലിഡിയ, ആഷിഖ്, അപ്പോൾ അത്തം തുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും ആദ്യം അത്തം തുടങ്ങുന്നതിന്റെ വരവറിയിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. വർണ്ണാഭമായ ഒരു ഘോഷയാത്രയ്ക്ക് അരങ്ങൊരുങ്ങും. അല്പസമയത്തിനകം തന്നെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് ഇനി അധിക സമയമില്ല ഓണാഘോഷങ്ങളുടെ ഔദ്യോഗികമായ തുടക്കമായ അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമായി. നേരത്തെ ലിഡിയ മനോഹരമായ ദൃശ്യങ്ങൾ കാണിച്ച സ്ഥലത്താണുള്ളത്. വിവിധ നിറങ്ങളിലുള്ള പുലികൾ, മറ്റ് വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, തെയ്യം, തിറ, പടയണി, അങ്ങനെ നിരവധിയായ കാഴ്ചകളാണ് ഇവിടെ നിരന്നിട്ടുള്ളത്. ലിഡിയോട് നമുക്ക് ചോദിക്കാം. ലിഡിയ, ഇത് ആദ്യത്തെ അത്താഘോഷമാണെന്ന് തോന്നുന്നു അല്ലേ? ലിഡിയ, ഇത് ആദ്യത്തെ അത്താഘോഷമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. ആഷിക്കും ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്. ആദ്യം ഇതിനെപ്പറ്റി നമുക്ക് TV-യിലൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആഘോഷമാണ്. ഇത് കേരളത്തിൽ തൃപ്പൂണിത്തുറയോ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ആളുകൾ മാത്രമല്ല, കേരളം മുഴുവനുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാണ്. കേരളം മുഴുവനുള്ള ആളുകൾ, മുഴുവൻ ഉള്ള കലാകാരന്മാർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വലിയൊരു ആഘോഷമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലായിട്ട് നമ്മൾ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെങ്കിൽ പോലും തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഘോഷം, പ്രത്യേകതയും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യേകത കൂടിയാണ്. വലിയ ആഘോഷത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും വലിയ തിരക്ക് അനുഭവപ്പെടും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 10,000-കണക്കിന് ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നു. അത്തരത്തിൽ വലിയ ആഘോഷം, നല്ല തിരക്കേറിയ, ഒരുപാട് ജനങ്ങൾ എത്തുന്ന, 1000-ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ പോകുന്നല്ലേ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇവിടെ അണിനിരക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ ഒരു ആഘോഷത്തിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന കലാരൂപങ്ങൾ ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് അങ്ങ് ഏറ്റവും വടക്കേ മലബാറിന്റെ ഭാഗങ്ങളിലുള്ള തെയ്യം ആണെങ്കിൽ കൂടി അതിനിപ്പുറം ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂരിന്റെ പുലികളി, പത്തനംതിട്ടയുടെ പടയണി, വേല, തിറ അടക്കമുള്ള വൈവിധ്യങ്ങളാർന്ന കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാവും. പിന്നെ പുതിയ ജനതയുടെ പല ആഘോഷങ്ങളും, എല്ലാ ഉത്സവങ്ങളിലുമെല്ലാം നമ്മൾ കാണുന്ന പല, ഇവിടെ ഡാഗിനിയുണ്ട്, കുട്ടൂസിനുണ്ട്, കലാഭവൻ മണിയുണ്ട്, അങ്ങനെ പലതരം രൂപങ്ങളുമെല്ലാം ഈ ഘോഷയാത്രയുടെ ഋഷിരാജിന്റെ വരെ ഒരു കോലം കണ്ടിരുന്നു നമ്മള്. തന്നെയാണ്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, വലിയ വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 450-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മോഷണവും കാര്യങ്ങളും ഒക്കെ തടയാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഗതാഗത ക്രമീകരണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കി, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൂടിയാണ് ഇപ്രാവശ്യത്തെ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. മാത്രമല്ല വലിയ ഐതിഹ്യങ്ങൾ കൂടിയുണ്ട് ഇതിന് പിന്നിൽ നിന്ന് തോന്നുന്നു അല്ലേ? കാരണം പല 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 കഥകൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് ഈ ഹനുമാൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. പിന്നെ ഈ കൊച്ചി രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ഇത് തുടക്കം കുറിച്ചതെന്നാണ് പറയുന്നത്. ഈ സാമന്ത രാജാക്കന്മാരെയൊക്കെ കൂട്ടി ഒരു ഘോഷയാത്ര ഈ കൊച്ചി രാജാവ് പണ്ട് കാലത്ത് നടത്തിയിരുന്നു. പിന്നീട് അതൊരു സമയത്ത് അത് നിന്നുപോയി. പിന്നീട് 1961-ലാണ് ഈ സർക്കാർ ഇത് ഏറ്റെടുക്കുകയും വളരെ വിപുലമായിട്ട് ഒരു വലിയ ആഘോഷമായി, കേരളത്തിന്റെ മുഴുവൻ ആഘോഷമായി ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര മാറുന്നത്. ഇപ്പോൾ ഇന്ന് 2025-ൽ എത്തി നിൽക്കുമ്പോൾ പറയാൻ ഒരുപാട് കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്. ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്ന വലിയ ആഘോഷത്തിന്റെ വർണ്ണാഭമായിട്ടുള്ള പ്രദർശനങ്ങളും കാര്യങ്ങളുമുണ്ട്. അത്രയധികം ഗംഭീരമായി അത്തച്ചമയ ഘോഷയാത്ര എല്ലാ വർഷവും ഇവിടെ കൊണ്ടാടുന്നു. ഈ വർഷവും അതുപോലെ തന്നെയാണ്. വലിയ ആഘോഷം, വലിയ ഒരുപാട് ജനങ്ങൾ അണിനിരക്കുക. പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ഒരു അംശം കൂടി ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നറിയാം. കേരളം മുൻപ് 3 നാട്ടുരാജ്യങ്ങളായി തിരിഞ്ഞു കിടക്കുകയായിരുന്നു. മലബാർ,
ഉണ്ട്, കൊച്ചിയുണ്ട്, തിരുവിതാംകൂറുണ്ട്. അതിൽ കൊച്ചി രാജാവിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചിരുന്ന ഒരു പരിപാടി പിന്നീട് കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അതിനെ വിപുലമായ ആഘോഷ പരിപാടികളായി ഇങ്ങോട്ട് നടത്തിക്കൊണ്ടുവരികയുമായിരുന്നു എന്നുള്ളതാണ്. കൊച്ചി മഹാരാജാവ് തൻ്റെ പ്രജകളെ ചിങ്ങം മാസത്തിലെ അത്തനാളിൽ കാണുവാൻ വേണ്ടി എത്തുകയും പിന്നീട് വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആ ആഘോഷം 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയും നമ്മളൊരു ജനാധിപത്യ രാജ്യമായി മാറുകയും ചെയ്തതോടെ ഇല്ലാതാവുകയാണ്. പക്ഷേ ആ പൈതൃകത്തെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ ആ ചടങ്ങുകൾ വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. വളരെ മനോഹരമായ ഒരു സങ്കല്പം കൂടിയാണ്. കൂടാതെ നമ്മുടെ ഒരു വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലേക്ക് ആഘോഷത്തെ സംഘടിപ്പിക്കാനും നമ്മുടെ ആഷിക വൈവിധ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഷിക്കിന്റെ ബാക്കിലുള്ളത് ആ നമ്മുടെ ഡാഗിനി അമ്മയും കുട്ടൂസനാണോ? ഡാഗിനിയും കുട്ടൂസനുമാണ് ഉള്ളത്. കൂടാതെ ഇവിടെ ലുട്ടാപ്പിയും മായാവിയും ഉണ്ട്. അവിടെ നോക്കിയാൽ നമുക്ക് ലുട്ടാപ്പിയും മായാവിയെയും കാണാം. നമുക്ക് അവരുടെ കൂടെ വിശേഷം തിരക്കാം എന്ന് തോന്നുന്നു. മായാവി മായാവി നിങ്ങളെ സാധാരണ ശത്രുക്കളാണ്, ഇങ്ങനെ അടുത്തടുത്ത് കാണാറുള്ള സാധ്യതകളില്ലേ? ഇതെന്താണ്, ഓണമായിട്ടാണോ നിങ്ങൾ ഒരുമിച്ച് യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചത്? വഴക്കെല്ലാം ഒഴിവാക്കിയല്ലേ? നിങ്ങൾ ഈ മായാവിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ അവര് രസമാണ്, ഓണമാണല്ലോ, അപ്പോൾ എല്ലാവരും കള്ളവുമില്ല ചതിയുമില്ല ആണല്ലോ. അങ്ങനെ അതുകൊണ്ട് ഈ കള്ളവും ചതിയും വഴക്കും ഒക്കെ ഒഴിവാക്കി ലുട്ടാപ്പിയും മായാവിയും ഉണ്ട്, തൊട്ടപ്പുറം ഡാഗിനിയും കുട്ടൂസനുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുക തന്നെയാണ്, അല്ലേ ലിഡിയ? തുടക്കം കുറിക്കാൻ